رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحابته أجمعين أما بعد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖാഇദത്തുൻ ഫിസ് സ്വബ്രി വശുക്ർ എന്നുള്ള പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം ശൈഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ സൃഷ്ടികളിൽ നിന്നുള്ള പ്രയാസങ്ങൾ ഒരുത്തനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ ക്ഷമ പാലിക്കാൻ അവനെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു വരുന്നത്. അതിൽ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആറാമതായി ശൈഖുൽ ഇസ്ലാം പറയുന്ന കാര്യം വഹിയ മിൻ അഅ്ളമിൽ ഫവായിദ്, അഥവാ ഈ പറയാൻ പോകുന്ന ആറാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദ എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളിൽ നിന്ന്, നമ്മുടെ സഹജീവികളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. അതെന്താണ്? യശ്ഹദ അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ. ഉപദ്രവിക്കപ്പെടുന്ന വ്യക്തി, മുസ്ലിം, മനസ്സിലാക്കിക്കൊള്ളട്ടെ, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അമലുകൾക്ക് പ്രതിഫലമായി നൽകുന്നത് അമലുകളുടെ തത്തുല്യമായ പ്രതിഫലമാണ്. അമലുകളുടെ അതേ ഇനത്തിൽപ്പെട്ട പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജസാ ആയി നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൗനിയായ, പ്രാപഞ്ചികമായ അവൻ്റെ ഒരു നടപടിക്രമമാണ് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതേ തരത്തിലുള്ള പ്രതിഫലം അവർക്ക് നൽകുക എന്നുള്ളത്. അത് സവാബായിരുന്നാലും ഇഖാബായിരുന്നാലും, അഥവാ സത്പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിരുന്നാലും തിന്മകൾക്കുള്ള ശിക്ഷയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും അത് നൽകാറുള്ളത് അത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ അതേ രൂപത്തിലുള്ള പ്രതിഫലമായിക്കൊള്ളണം. അതിന് പണ്ഡിതന്മാർ പറയുന്ന പല ഉദാഹരണങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകൃതിയെ മാറ്റിമറിച്ചു. സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടതിന് പകരം അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതിന് പകരം പുരുഷന്മാരെ ആവശ്യത്തിന് ഉപയോഗിച്ച, അള്ളാഹുവിൻ്റെ ഫിത്രത്തിനെ മാറ്റിമറിച്ച ആ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് ഭൂമിയെ തിരിച്ചിട്ടുകൊണ്ടാണ്. അഥവാ അവർ അള്ളാഹുവിൻ്റെ പ്രകൃതിയെ മാറ്റിമറിച്ചപ്പോൾ അള്ളാഹു എൻ്റെ ഭൂമിയെ തിരിച്ചിട്ട് അവരെ ശിക്ഷിച്ചു. അഥവാ അവർ ചെയ്ത തിന്മയുടെ അതേ ഇനത്തിൽപ്പെട്ട ജസാ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല സമുദായങ്ങളിലും നടപ്പിലാക്കിയ ശിക്ഷകളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നമുക്കിത് ബോധ്യപ്പെടും.
അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാര്യം വിശ്വാസിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഖായിദ എന്ന് പറഞ്ഞാൽ അന്നൽ അഅ്മാല മിൻ ജിൻസിൽ അമൽ എന്നുള്ള ഒരു ഖായിദ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ഷമ പാലിക്കാൻ കഴിയുക? അതാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്, വഅന്നഹു നഫ്സുഹു ളാലിമുൻ മുസ്നിബ്. ഞാൻ സ്വയം തന്നെ ഒരു പാപിയാണ്, ഒരു ദോഷിയാണ് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വഅന്ന മൻ അഫാ അനിൻ നാസി അഫല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അവനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വമൻ ഗഫറ ലഹും ഗഫറല്ലാഹു ലഹു, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹുവും പുറത്തു കൊടുക്കും എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫഇദാ ഷഹിദ അന്ന അഫ്വഹു അൻഹു വസഫഹു വഇഹ്സാനഹു മഅ ഇസാഅതിഹിം ഇലൈഹി സബബുൻ ലിഅൻ യുജ്സിയഹു അല്ലാഹു കദാലിക മിൻ ജിൻസി അമലിഹി. അഥവാ തന്റെ സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിലൂടെയും അവർക്ക് മാപ്പാക്കുന്നതിലൂടെയും അവർ തന്നോട് പ്രവർത്തിച്ചിട്ടുള്ള വിവേകമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പകരം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തത്തുല്യമായി തന്റെ പാപങ്ങളും തന്റെ പോരായ്മകളും തനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? യസ്ഹലു അലൈഹി അഫ്വഹു വസബ്റഹ്, അവനെ ബാധിച്ച ആ പ്രയാസത്തിൽ ക്ഷമിക്കാനും അതിൽ പ്രതികാരമെടുക്കാതെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുമെല്ലാം അവന് സാധിക്കും. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാണ്, വയക്ഫിൽ ആഖില ഹാദിഹിൽ ഫായിദ. അപ്പോൾ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹജീവികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും. അഥവാ താൻ എങ്ങനെയാണോ തന്റെ സഹജീവികളോട് പ്രതികരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹുവും തന്നോട് പ്രതികരിക്കുക. ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും, ഞാൻ പുറത്തു കൊടുത്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരും, ഞാൻ പ്രതികാരമെടുത്താലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലായിരിക്കും തന്നോടും ദോഷിയായ തന്നോടും പ്രവർത്തിക്കുക എന്ന കാര്യം ഒരാൾ ഓർത്തിരിക്കുന്നത് അവനെ സബറിനെ സഹായിക്കുന്ന കാര്യമാണ്. ഏഴാമത്തെ കാര്യം ശൈഖുൽ ഇസ്ലാം പറയുന്നു, أن يعلم أنه إذا اشتغلت نفسه بالانتقام وطلب المقابلة ضاع عليه زمانه وتفرق عليه قلبه. ഒരാൾ പ്രതികാരമെടുക്കുന്നതിലും അതുപോലെ സ്വന്തത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ശുഗലായി കഴിഞ്ഞാൽ അവന്റെ കാലം അങ്ങനെ വെറുതെ കഴിഞ്ഞു പോകും. അതുപോലെ അവന്റെ ഹൃദയം എപ്പോഴും ഒരു ഛിദ്രിച്ചു പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അതിന് സമാധാനമില്ലാതെ അത് പല കാര്യങ്ങളിലായി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലായി ആ ഹൃദയം ഛിന്ന ഭിന്നമായി പോകാൻ, ശുഹലായി പോകാൻ സാധ്യതയുണ്ട്. അത് മുഖേന വഫാത്തഹു മിൻ മസാലിഹിഹി മാ ലാ യുംകിനു ഇസ്തിദ്റാകുഹു, അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആ ഹൃദയത്തെ ശുഹലാക്കി കഴിഞ്ഞാൽ അവൻ ഒരുപാട് നന്മകൾ അത് മുഖേന നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. വലഅല്ല ഹാദാ യകൂനു അഅ്ളമു അലൈഹി മിനൽ മുസീബത്തി അല്ലതി നാലതുഹു മിൻ ജിഹതിഹിം. അപ്പോൾ ഇങ്ങനെ പ്രതികാരമെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചും അവരോട് എങ്ങനെ തനിക്ക് പകരം വീട്ടാമെന്നതിനെ കുറിച്ചുമൊക്കെ ചിന്തിച്ച് അവന്റെ ഹൃദയം അത്തരം കാര്യങ്ങളിൽ ശുഹലായി കഴിഞ്ഞാൽ അതായിരിക്കും അവന് ഇവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മുസീബത്തിനേക്കാൾ വലിയ മുസീബത്ത്. എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടികളിൽ നിന്ന്, തന്റെ സഹജീവികളിൽ നിന്ന് തനിക്ക് ഏൽക്കേണ്ടി വരുന്ന പ്രയാസത്തിനേക്കാൾ വലിയ പ്രയാസമായി പിന്നീട് അവന് ആ ചിന്തയും ആ പ്രതികാരദാഹവുമെല്ലാം അവന് മാറിപ്പോകുമെന്നാണ്. എന്നാൽ അവൻ വിട്ടുവീഴ്ച ചെയ്താലോ, ഫഇദാ അഫാ വസഫഹ ഫറഗ ഖൽബഹു വജിസ്മഹു ലിമസാലിഹി അല്ലതി ഹിയ അഹമ്മു ഇൻദഹു മിനൽ ഇന്തിഖാം. എന്നാൽ അവൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അവൻ പുറത്തു കൊടുക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൻ അവന്റെ ഹൃദയത്തെയും അവന്റെ ശരീരത്തെയുമെല്ലാം അതിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ ശുഹലാക്കി. എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിനും ഹൃദയത്തിനുമെല്ലാം ഫായിദ ലഭിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ അത് മുഖേന അവന് സാധിക്കും. എന്നാൽ പ്രതികാരദാഹം കൊണ്ട് നടന്നാലോ പല നന്മകളും നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനും നഷ്ടപ്പെടാൻ അത് മുഖേന സാധ്യതയുണ്ട്. എട്ടാമത്തെ കാര്യം, അന്ന ഇന്തിഖാമഹു വസ്തിഫാഅഹു വന്തിസാറഹു ലിനഫ്സിഹി വന്തിഖാമഹു ലഹാ ലൈസ മിന സുന്ന. ലൈസ മിന സുന്ന എന്നുള്ളത് ശൈഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വിട്ടുപോയതായിട്ടാണ്
ഇവിടെ ഈ ഗ്രന്ഥത്തെ തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത് ലൈസ മിന സുന്ന എന്നുള്ളത് ഈ കിതാബിലില്ല, അത് വിട്ടുപോയതായിരിക്കാം എന്നാണ് ഈ ഗ്രന്ഥത്തെ തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതിന്റെ അർത്ഥം, ഒരാൾ തനിക്ക് വേണ്ടി, സ്വന്തം നഫ്സിന് വേണ്ടി പ്രതികാരമെടുക്കുകയും അതിനെ സഹായിക്കാൻ വേണ്ടി അവൻ പകരം ചോദിക്കുകയുമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ല, പ്രവാചകന്റെ രീതിയല്ല അത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻതഖമ ലിനഫ്സിഹി ഖത്തു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി ഒരിക്കലും പ്രതികാരമെടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. സ്വന്തം നഫ്സിന് വേണ്ടി പ്രതികാരമെടുക്കുന്ന സ്വഭാവം പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ഫഇദാ കാന ഹാദാ ഖൈറു ഖൽഖില്ലാഹി വഅക്റമുഹും അലല്ലാഹ് ലം യകുൻ യന്തഖിമു ലിനഫ്സിഹി മഅ അന്നാദാഹു അദല്ലില്ലാഹ് വയതഅല്ലഖു ബിഹി ഹുഖൂഖുദ്ദീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയായിട്ടുകൂടി അദ്ദേഹം സ്വന്തത്തിന് വേണ്ടി പ്രതികാരമെടുത്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ദുനിയവിയായ ഒരു കാര്യം മാത്രമല്ല, അത് അള്ളാഹുവിനോടുള്ള അത കൂടിയാണ്. റസൂലിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഉപദ്രവം അതിൽ കടന്നു വരുന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അദ്ദേഹത്തെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ദീനിയായ ഒരു വശവും അതിനുണ്ട്. നമ്മളിൽ ഒരാൾ ഉപദ്രവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പ്രതികാരമെടുക്കുന്ന പോലെയല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കപ്പെടുന്നത്, അതിൽ ദീനിയായ ഒരു വശം കൂടി അതിനുണ്ട്. വനഫ്സുഹു അഷ്റഫുൽ അൻഫുസി വഅസ്കാഹാ വഅബറുഹാ വബഅദുഹാ മിൻ കുല്ലി ഖുൽഖിൻ മസ്മൂം വഅഹഖുഹാ ബികുല്ലി ഖുൽഖിൻ ജമീൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ നഫ്സാണ് ഏറ്റവും അഷ്റഫായ, ഏറ്റവും ഉത്തമമായ നഫ്സ്, ഏറ്റവും പരിശുദ്ധമായ നഫ്സ്, ഏറ്റവും പുണ്യം നിറഞ്ഞ നഫ്സ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന നഫ്സ്, എല്ലാ വിശിഷ്ട സ്വഭാവങ്ങളും അടങ്ങിയിട്ടുള്ള നഫ്സ്. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ബശറായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി പ്രതികാരമെടുത്തിട്ടില്ലെങ്കിൽ നമ്മളും അതിന് ഏറ്റവും കടപ്പെട്ടവരാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ചോദിക്കുന്നു, ഫകൈഫ യന്തഖിമു അഹദുനാ ലിനഫ്സിഹി അല്ലതി ഹുവ അഅലമു ബിഹാ വബിമാ ഫീഹാ മിനശ് ശുറൂരി വൽ ഉയൂബ്. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട സ്വഭാവ ഗുണങ്ങളും ഈ പറയപ്പെട്ട ശ്രേഷ്ഠതകളും എല്ലാം ഉള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി പ്രതികാരമെടുത്തിട്ടില്ലെങ്കിൽ നമ്മളിൽ ഒരുത്തൻ എങ്ങനെയാണ് അവനേൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ പേരിൽ പ്രതികാരമെടുക്കുക? കാരണം അവന്റെ സ്വന്തത്തെക്കുറിച്ച് നന്നായി അറിയാം, അവന്റെ സ്വന്തത്തിന്റെ അവസ്ഥ എന്താണെന്ന് അവന് നന്നായി അറിയാം. അവന്റെ സ്വന്തത്തിലുള്ള ഷർറുകളും തിന്മകളും അതിന്റെ പോരായ്മകളും നന്നായി അറിയുന്ന നമ്മളെങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രതികാരമെടുക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബലിർ റജുലുൽ ആരിഫു ലാ തുസാവി നഫ്സഹു ഇൻദഹു അൻ യന്തഖിമ ലഹാ. ബുദ്ധിമാനായ വിവേകശാലിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യപ്പെടുന്ന കാര്യമാണ്, പ്രതികാരമെടുക്കാൻ മാത്രം മഹത്വമുള്ള ഒരു നഫ്സൊന്നുമല്ല എന്റേത് എന്ന് ബുദ്ധിമാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിവേകശാലിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടും. അതിനു മാത്രം പവിത്രമായ, അതിനു മാത്രം ക്വാളിറ്റിയുള്ള ഒരു നഫ്സൊന്നുമല്ല എന്റേത്, അത്രമാത്രം പവിത്രതൊന്നും എനിക്കില്ല എന്നൊരാൾക്ക്, ബുദ്ധിമാനായ ഒരു മനുഷ്യന് ബോധ്യപ്പെടും. വലാ ഖദറ ലഹാ ഇൻദഹു യൂജിബു അലൈഹിൽ ഇൻതിസാറ ലഹു. പ്രതികാരമെടുക്കാൻ, തന്റെ നഫ്സിനെ സഹായിക്കാൻ മാത്രം പവിത്രമായ നഫ്സൊന്നുമല്ല എന്റേത് എന്നും അവന് ബോധ്യപ്പെടും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ബശറായ പ്രവാചകൻ സ്വന്തത്തിന് വേണ്ടി പ്രതികാരമെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതും, നമ്മുടെ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അയ്ബുകളും ഒരുപാട് പോരായ്മകളുമുള്ള നഫ്സാണ് നമ്മുടേത്, അതൊരിക്കലും പ്രതികാരമെടുക്കാൻ മാത്രം അർഹതപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുന്നതും ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സമയത്ത് സ്വബർ ചെയ്യാൻ അവനെ സഹായിക്കും. 9ാമത്തെ കാര്യം ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഇദാ ഊദിയ അലാ മാ ഫഅലഹു ലില്ലാ. ഇന്നൊരാൾ അവന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിച്ച ഒരു കാര്യം ചെയ്തതിന്റെ പേരിലാണെങ്കിൽ, അതുപോലെ ഔ അലാ മാ അമറഹു ബിഹി മിൻ ത്വാഅതിഹി,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിച്ച ഒരു സൽപ്രവർത്തനം അനുഷ്ഠിച്ചതിന്റെ പേരിലാണെങ്കിൽ, വനഹ അൻഹു മിൻ മഅസിയതിഹി, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുള്ള ഒരു തിന്മയെ വിലക്കിയതിന്റെ പേരിലാണെങ്കിൽ, വജബ അലൈഹി സ്വബ്റു, ഈ സന്ദർഭത്തിൽ സ്വബ്ർ പാലിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമാണ്. കേവലം സാധാരണ രീതിയിൽ ദുനിയവിയായ ഒരു കാര്യത്തിന്റെ പേരിൽ സൃഷ്ടികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പ്രയാസത്തെ പോലെയല്ല ഇത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പ്രവർത്തിച്ചതിന്റെ പേരിൽ, അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒരു കാര്യം വിരോധിച്ചതിന്റെ പേരിലാണ് അവൻ ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ സ്വബ്ർ നിർബന്ധമാകുമെന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. വലം യകുൻ ലഹു അൽ ഇന്തിഖാം, അവൻ ഒരിക്കലും പ്രതികാരം ചോദിക്കാൻ, ഈ വിഷയത്തിൽ ഒരിക്കലും പ്രതികാരം ചോദിക്കാൻ പാടില്ല. പക്ഷെ പലപ്പോഴും ആളുകൾ ഇതിനെ ഒരു ഹുജ്ജത്തായി പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോൾ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിലാണല്ലോ എന്നെ അവൻ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞിട്ട് അത് പ്രതികാരമെടുക്കാനുള്ള ഒരു ഹുജ്ജത്തായി നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. ശൈഖുൽ ഇസ്ലാം പറയുന്നു, അതാണെങ്കിൽ സ്വബ്ർ പാലിക്കൽ നിർബന്ധമാണ്, ഒരിക്കലും പ്രതികാരമെടുത്തുകൂടാ. കാരണം ഫഇന്നഹു ഖദ് ഊദിയ ഫില്ലാഹ്, കാരണം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫഅജ്റുഹു അലല്ലാഹ്, അങ്ങനെയാകുമ്പോൾ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ولهذا لما كان المجاهدون في سبيل الله ذهبت دماؤهم واموالهم في الله لم تكن مضمونة. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെടുന്ന മുജാഹിദീങ്ങൾ അവരുടെ സമ്പത്തും അതുപോലെ അവരുടെ രക്തവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നഷ്ടപ്പെടുമ്പോൾ അതൊരിക്കലും പകരമായി ഒന്നും നൽകാന്നുള്ള ഓഫറിലല്ല അവർ പോയത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്തം ചിന്തിക്കഴിഞ്ഞാൽ അതിന് പകരമായി ചോദിക്കുമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകരമായി അതിൽ നിന്ന് തരുമെന്നോ എന്നുള്ള ഓഫറിലല്ല അവരൊന്നും പോയി കഴിഞ്ഞത്. അവരെന്താ ചെയ്തത്? ഫഇന്നല്ലാഹ തആല ഇശ്തറാ മിൻഹും അൻഫുസഹും വഅംവാലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തും അതുപോലെ അവരുടെ ദേഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് വിലക്ക് വാങ്ങി. ഫസ്സമനു അലല്ലാഹി ലാ അലൽ ഖൽഖ്. അപ്പോൾ ദീനിയായ കാര്യത്തിൽ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ പേരിലുള്ള സമന്, അതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കേണ്ടതാണ്, ഒരിക്കലും സൃഷ്ടികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. അപ്പോൾ ദീനിയായ കാര്യങ്ങളിൽ ഏൽക്കേണ്ടി വരുന്ന പ്രയാസത്തിന് പകരം സൃഷ്ടികളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രതിഫലം, അതിനുള്ള ബെനിഫിറ്റ് ദുനിയാവിൽ നിന്ന് തന്നെ ചോദിക്കുന്നത് പോലെയാണ്. എന്നാൽ ഒരിക്കലും അത് പാടില്ല. ഇത്തരം കാര്യങ്ങളുടെ പ്രതിഫലം നമ്മൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഫമൻ ത്വലബ സമന മിൻഹും ലം യകുൻ ലഹു അലല്ലാഹി സമൻ. അപ്പോൾ ദീനി പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ദീനി മേഖലയിൽ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ പേരിൽ പ്രതികാരം ചോദിക്കുന്നവൻ അവന്റെ സമന് ദുനിയാവിൽ നിന്ന് തന്നെ ചോദിക്കുന്നവനെ പോലെയാണ്. അങ്ങനെ ഒരാൾ ദുനിയാവിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് സമന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിഫലം ചോദിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പ്രതിഫലവും ഉണ്ടാകുകയില്ല. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫഇന്നഹു മൻ കാന ഫില്ലാഹി തലിഫുഹു കാന അലല്ലാഹി ഖിൽഫുഹു. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആണ് ആരുടെയെങ്കിലും വല്ലതും നശിച്ചു പോയിട്ടുള്ളതെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നശിച്ച സമ്പത്തിനെ അതിന് പകരമായി തരാന്നുള്ളത് അത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവൻ സൃഷ്ടികളിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങാനോ സൃഷ്ടികളിൽ നിന്ന് പ്രതികാരമായി കൊണ്ട് അതെടുക്കാനോ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ, നമ്മുടെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ, നമ്മുടെ നഫ്സിന്, നമ്മുടെ ദേഹത്തിന് വല്ലതും സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അതിന് പകരം തരിക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ഇനി വഇൻ കാന ഖദ് ഊദി അലാ മുസീബ, ഇനി ഒരാൾ ഉപദ്രവിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത് അവന്റെ അടുക്കലുള്ള വല്ല തിന്മയുടെ കാരണത്താലാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലല്ല, അവന്റെ അടുക്കലുള്ള തിന്മയുടെ പേരിലാണെങ്കിൽ, ഫൽയർജി ബില്ലൗമി അലാ നഫ്സിഹി, അപ്പോൾ അവൻ പഴിക്കേണ്ടത് അവന്റെ സ്വന്തത്തെയാണ്, തന്നെ പീഡിപ്പിച്ചവരെയല്ല. മറിച്ച് താൻ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ് തനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ സ്വന്തത്തെ പഴിക്കണം, സ്വന്തത്തെ അവനൊന്ന് പരിശോധിക്കണം. വയകൂനു ഫീ ലൗമിഹി ലഹാ ശുഗ്ലുൻ അൻ ലൗമിഹി ലിമാ ആദാഹു, എന്തിനാണ് അവൻ എന്നെ ഉപദ്രവിച്ചത്, അവൻ എന്തിനാ എന്നെ അങ്ങനെ കാട്ടിയതെന്ന് ചോദിച്ചിട്ട് വെറുതെ അതിന്റെ പിന്നാലെ പോകാതെ അവന്റെ നഫ്സിനെ പഴിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. വഇൻ കാന ഊദി അലാ ഹള്ളിൻ ഫൽയൂതി നഫ്സഹു അലാ സ്വബ്ർ ഫഇന്ന നീലൽ ഹുദൂദി ദൂനഹു
അംറുൻ അമറു മിനസ് സ്വബരി. വല്ലാഹു തആല അലം. അതിന്റെ മാന എന്താന്ന് നോക്കണം. فمن لم يصبر على حر الهواجر والأمطار والثلوج ومشقة الأسفار ولصوص الطريق وإلا فلا حاجة له في المتاجر. ഒരാൾ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെല്ലാം സഹിക്കേണ്ടി വരും? അവൻ കഠിനമായ ശൈത്യം സഹിക്കേണ്ടി വരും, അതുപോലെ കഠിനമായ ചൂട് സഹിക്കേണ്ടി വരും, അതുപോലെ നല്ല ശക്തമായ മഴ കൊള്ളേണ്ടി വരും, അതുപോലെ ശക്തമായ മഞ്ഞ് പെയ്യുന്ന രാത്രികളും പകലുകളും അവന് സഹിക്കേണ്ടി വരും, അതുപോലെ യാത്രയുടെ പ്രയാസം സഹിക്കേണ്ടി വരും. കച്ചവട ലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സഹിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലാണ് അവന് ഉപദ്രവമേറ്റിട്ടുള്ളതെങ്കിൽ അവന് അത് നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വബറിന് അവനെ സഹായിക്കുന്ന കാര്യമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാണ് തനിക്ക് പ്രയാസം ഏറ്റിട്ടുള്ളതെങ്കിൽ അതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുമെന്ന ബോധം അവനെ പ്രതികാരമെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഏറ്റുകഴിഞ്ഞ ഒരു പ്രയാസത്തിന് പകരമായി നമ്മൾ ദുനിയാവിൽ നിന്ന് തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു പ്രതികാര മനോഭാവം നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ആഖിറത്തിലെ അതിനുള്ള പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 10ാമത്തെ കാര്യം അൻ യശ്ഹദ മഅയ്യത്തല്ലാഹി മഅഹു ഇദാ സബറ. താൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മഅയ്യത്ത് എനിക്കുണ്ടാകും എന്നുള്ള കാര്യം ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ, അഥവാ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ അതും അവനെ ക്ഷമിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. വമഹബ്ബത്തുല്ലാഹി ലഹു ഇദാ സബറ വരിളാഹു. അപ്പോൾ ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മഹബ്ബത്തും അള്ളാഹുവിന്റെ റിളയും ലഭിക്കും. വമൻ കാന അല്ലാഹു മഅഹു ദഫഅ അൻഹു മിൻ അൻവാഇൽ അദാ വൽ മളറാത്തി മാ ലാ യദ്ഫഉ അഹദു മിൻ ഖൽഖിഹി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ സൃഷ്ടികൾക്കൊരിക്കലും തടുക്കാൻ കഴിയാത്ത മളറത്തുകളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് തടുക്കും. സൃഷ്ടികൾക്ക് തടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അള്ളാഹു തടുക്കും. എങ്ങനെയായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിന്റെ മഅയ്യത്ത് കിട്ടാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ക്ഷമ പാലിക്കുക എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു വസ്ബിറു ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുക, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് സ്വാബിരീങ്ങളുടെ കൂടെയാണ്. അഥവാ അള്ളാഹുവിന്റെ മഅയ്യത്തുള്ളത് സ്വബർ പാലിക്കുന്ന ആളുകൾക്കാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ. അള്ളാഹു സ്വാബിരീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മഹബ്ബത്ത്, അള്ളാഹുവിന്റെ മഅയ്യത്ത്, ഇത് രണ്ടും ലഭിക്കുക സ്വബർ പാലിക്കുന്ന ആളുകൾക്കാണ്. ഈ രണ്ടും അള്ളാഹുവിന്റെ മഹബ്ബത്തും അതുപോലെ അള്ളാഹുവിന്റെ മഅയ്യത്തും ലഭിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾക്ക് തടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയിൽ നിന്ന് തടുത്തു കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. ഇത്ര പറഞ്ഞ് അവസാനിപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.